ഹായ് എവരിവൺ, നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്കോപ്പ്, വിസിബിലിറ്റി ആൻഡ് ലൈഫ് ടൈം ഓഫ് എ വേരിയബിൾ. അതായത് നമ്മൾ സാധാരണ ഇത്രയും നേരം ഒരു ഡാറ്റ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻറ്റ്, വെറുതെ ഫ്ലോട്ട് ഇത്തരത്തിലുള്ളത് മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ സാധാരണ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ്റെ അകത്ത് മാത്രമാണ്. ഇപ്പോൾ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഇൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവുള്ളൂ, വേറെ സ്ഥലത്തേക്ക് വരില്ല. അതേപോലെ തന്നെ സബ് ഫംഗ്ഷൻ, യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ. ഇതല്ലാതെ വേറെ തരത്തിൽ ഈ പ്രോഗ്രാം മൊത്തത്തിൽ ഈ വാല്യൂ കോമൺ ആക്കി നിർത്താൻ പറ്റുമോ? അല്ലാന്നുണ്ടെങ്കിൽ ഒന്നിലധികം പ്രോഗ്രാംസ് കമ്പൈൻ ചെയ്തിട്ടുണ്ടാക്കുന്ന ചില ഔട്ട്പുട്ടുകളുണ്ട്, ചില സിസ്റ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സിസ്റ്റത്തിൽ നമുക്ക് ഇതേപോലെ ഒരു പ്രാവശ്യം ഒരു പ്രോഗ്രാമിൽ ഡിഫൈൻ ചെയ്ത വാല്യൂ മറ്റേ പ്രോഗ്രാമിലും കിട്ടാൻ വല്ല വഴിയുണ്ടോ, അങ്ങനെ വല്ല വേരിയബിൾസ് ഒക്കെ ഉണ്ടോ? അത്തരത്തിലുള്ള ഒരു സ്റ്റഡിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്ന വാല്യൂവിന് എത്ര നേരം പിടിച്ചു നിൽക്കാൻ പറ്റും, എത്ര നേരം അത് കളയും. പ്രോഗ്രാം അവസാനിപ്പിക്കുമ്പോൾ എല്ലാ വേരിയബിളും അവസാനിക്കും, പക്ഷെ പ്രോഗ്രാം അവസാനിക്കുന്നതിന് മുമ്പ് എത്രത്തോളമൊക്കെ നിർത്താൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. നോർമലി 4 ടൈപ്പ് ഓഫ് വേരിയബിൾസ് ആണുള്ളത്: ഓട്ടോമാറ്റിക് വേരിയബിൾസ്, എക്സ്റ്റേണൽ ഓർ ഗ്ലോബൽ വേരിയബിൾസ്, സ്റ്റാറ്റിക് വേരിയബിൾസ്, രജിസ്റ്റർ വേരിയബിൾസ്. ഓട്ടോമാറ്റിക് വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന വേരിയബിൾസ് ഒക്കെ ഓട്ടോമാറ്റിക് വേരിയബിൾസ് ആണ്. അതിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, അത് ഡിഫൈൻ ചെയ്തു വെച്ചിട്ടുള്ളത് ഒരു മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ്. ആ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ്റെ ഉള്ളിലായിരിക്കും. ആ ഫംഗ്ഷൻ എവിടെ നിന്നിട്ട് സ്റ്റാർട്ട് ചെയ്തു, ബ്രാക്കറ്റ് തുടങ്ങി ആ ഫംഗ്ഷൻ അവസാനിക്കുന്ന ബ്രാക്കറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വേരിയബിളിന് വാല്യൂ ഉണ്ടായിരിക്കില്ല. പിന്നെ എവിടെയെങ്കിലും ആ ഫംഗ്ഷൻ വിളിച്ചാൽ പോലും ആ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടില്ല, കാരണം ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ വാല്യൂബിൾ ഉണ്ടാവുള്ളൂ. സാധാരണ നമ്മൾ പ്രോഗ്രാമിൽ ചെയ്യുന്ന സെയിം മെത്തേഡ് അത്തരത്തിലുള്ള തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഓട്ടോ എന്ന് പറയുന്ന രീതിയിൽ ഡിഫൈൻ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ സാധാരണ ഇൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി അത് ഓട്ടോമാറ്റിക് വേരിയബിൾസ് ആണ്. അത് സാധാരണ വേരിയബിൾസ് ആണ്. ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ അതിൻ്റെ വാലിഡിറ്റി ഉണ്ടാവുള്ളൂ, സ്കോപ്പ് ഉണ്ടാവുള്ളൂ, അതിൻ്റെ ഉള്ളിൽ മാത്രമേ വിസിബിലിറ്റി ഉണ്ടാവുള്ളൂ, ലൈഫ് ടൈം ഉണ്ടാവുള്ളൂ. ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രം ലൈഫ് ടൈം ഉള്ളതിനെയാണ് ഓട്ടോമാറ്റിക് വേരിയബിൾസ് ആണ്. അതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓട്ടോമാറ്റിക് വേരിയബിൾസ് ആർ ഡിക്ലയർഡ് ഇൻസൈഡ് എ ഫംഗ്ഷൻ ഇൻ വിച്ച് ദേ ആർ ടു ബി യൂട്ടിലൈസ്ഡ്. They create when the function is called and destroyed automatically when the function is existed. ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് നിലനിൽപ്പുള്ളത്. അത് എപ്പോഴാണ് ക്രിയേറ്റ് ആവുന്നത്? ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റ് ആവും, അതേസമയം ഫംഗ്ഷൻ അവസാനിക്കുന്ന സമയത്ത് അത് ഡിലീറ്റ് ആയി പോവുകയും ചെയ്യും. ഓട്ടോമാറ്റിക് വേരിയബിൾസ് ആർ therefore private or local variable function which are declared. അതായത് ലോക്കലായിട്ട് ഡിഫൈൻ ചെയ്യുന്ന ലോക്കൽ വേരിയബിൾസിനെയാണ് നമ്മൾ ഓട്ടോമാറ്റിക് വേരിയബിൾസ് പറയുന്നത്. ബിക്കോസ് ഓഫ് ദിസ് പ്രോപ്പർട്ടി ഓട്ടോമാറ്റിക് വേരിയബിൾസ് ആർ ഓൾസോ റെഫേർഡ് ആസ് ലോക്കൽ ഓർ ഇന്റേണൽ വേരിയബിൾസ്. അങ്ങനെയും വിളിക്കാറുണ്ട്, ലോക്കൽ ഓർ ഇന്റേണൽ വേരിയബിൾസ് എന്ന് വിളിക്കാറുണ്ട്. എ വേരിയബിൾ ഡിക്ലെയർഡ് ഇൻസൈഡ് ദ ഫംഗ്ഷൻ വിത്തൗട്ട് സ്റ്റോറേജ് ക്ലാസസ് സ്പെസിഫിക്കേഷൻ by the default automatic variable. അതായത് നമ്മൾ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ അത്തരത്തിലുള്ള വേരിയബിൾസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓട്ടോമാറ്റിക് വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് വേരിയബിൾസ് ആണ് നമ്മൾ ഡീഫോൾട്ട് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയാൻ പറ്റാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ വീട്ടിൽ ഇപ്പം നമ്മൾ തന്നെ ചില കുട്ടികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ മാത്രമല്ലേ പിടുത്തുണ്ടാവുള്ളൂ. അവരുടെ ഒരു ലോകമായിരിക്കും, കമ്പ്യൂട്ടർ, മൊബൈൽ, മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ അവർക്ക് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവരുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആൾക്കാർ ആരാണെന്നോ അല്ലെങ്കിൽ ആ ആൾക്കാർ ഇവരെ പരിചയം ഉണ്ടാവണമെന്നോ താല്പര്യമില്ല. കാരണം വെച്ചാൽ അവർ ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ വരും, വീടിൻ്റെ ഉള്ളിൽ വല്ല കമ്പ്യൂട്ടറും മൊബൈലൊക്കെ നോക്കിയിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ കോളേജിലേക്ക് പോകും. വേറെ ഒരു പരിപാടിയും ഇല്ലാത്ത ചിലതരം കുട്ടികളുണ്ട്, നല്ല കുറച്ചും കൂടിയും ക്യൂരിയോസ് ആയിട്ടുള്ള കുറച്ച് കുട്ടികളുണ്ടായിരിക്കും, ചില ടൈപ്പ് കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികളെ നമുക്ക് ഓട്ടോമാറ്റിക് വേരിയബിൾസ് എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് വീടിൻ്റെ ഉള്ളിൽ അവരുടെ അച്ഛനും അമ്മയ്ക്കും അറിയാം ആ വീടിന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ, ആ ഫംഗ്ഷൻ്റെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ ഇല്ല, ഫംഗ്ഷൻ അവസാനിക്കുന്നതോടുകൂടി അവരുടെ വേരിയബിൾ കിട്ടും, അവർ വലിയ പരിചയം ഉണ്ടാവില്ല. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഓർത്ത് വയ്ക്കാം. ഓട്ടോമാറ്റിക് വേരിയബിൾസ് ആണ് നോർമലി യൂസ് ചെയ്യുന്നത് അത്തരത്തിലുള്ള ഒരു ക്യൂരിയസ് ആയിട്ടുള്ള ഒരു പുസ്തകപ്പുഴു പോലെയുള്ള കുട്ടികളൊക്കെ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം അവരെ. അപ്പോൾ അത്തരത്തിലുള്ള വേരിയബിൾസിനെ ഓട്ടോമാറ്റിക് വേരിയബിൾസ് എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി രണ്ടാമത്തെ വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ഓർ ഗ്ലോബൽ വേരിയബിൾസ്. എക്സ്റ്റേണൽ ഓർ ഗ്ലോബൽ വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പേരിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഗ്ലോബൽ വേരിയബിൾസ്, ആ നാടാകെ മൊത്തത്തിൽ അറിയുന്ന തരത്തിലുള്ള വേരിയബിൾസ് ആണ്. അതായത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തവണ ഡിക്ലെയർ ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ
ആ ഡിക്ലെയർ ചെയ്ത സാധനം ആ പ്രോഗ്രാം അവസാനിക്കുന്നത് വരെ ആ വേരിയബിളിന്റെ വാല്യൂവിൽ ചേഞ്ചസ് വരില്ല. ആ വാല്യൂ നമുക്ക് അതിന് കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കാം. ആ ലൊക്കേഷൻ, ആ എക്സ് എന്ന് പറയുന്നത് ആ പ്രോഗ്രാമിൽ എവിടെ വിളിച്ചാലും എക്സിന്റെ വാല്യൂ ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ഇനീഷ്യലൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത് 45 എന്നാണെന്നുണ്ടെങ്കിൽ മെയിൻ ഫംഗ്ഷനിൽ വിളിച്ചാലും യൂസർ ഡിഫൈൻ ഫംഗ്ഷനിൽ വിളിച്ചാലും ഏത് ഫംഗ്ഷനിൽ വിളിച്ചാലും ആ വാല്യൂ അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എവിടെ എല്ലായിടത്തും അയാൾക്ക് പരിചയമുള്ള പോലത്തെ ഒരു പരിപാടിയാണ് യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ. ഇപ്പോൾ ചില ആൾക്കാരുണ്ട്, നാട്ടുകാരുടെ ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉള്ള വീടുകളിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എവിടെ നിന്നാലും രാഷ്ട്രീയത്തിൽ അവിടെ ഇവിടെയൊക്കെ പരിചയക്കാരുണ്ടായിരിക്കും. ഇപ്പോൾ MLA മാരോ MP മാരോ ഒക്കെ ഉള്ള വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ആൾക്കാർക്ക് അറിയുണ്ടാവും. അപ്പോൾ അതൊരു കുറച്ചും കൂടി വലിയൊരു സർക്കിളിലാണ് അറിയാൻ പറ്റുന്നത്. ആ കുറേ പേർക്ക് അത് അറിയാവുന്ന അത്തരത്തിലുള്ള വാരിയബിൾസ് കുറച്ചും കൂടി ഫെമിലിയർ ആണ്. ആ മൊത്തത്തിലുള്ള വാല്യൂവിൻ്റെ ഒരു സ്കോപ്പ് എന്ന് പറയുന്നത് കുറച്ചും കൂടി വലുതാണ്. ആ ഓട്ടോമാറ്റിക് വേരിയബിൾസ് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ ഉള്ളിൽ മാത്രമാക്കി. മറ്റേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ MLA ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ നാടിൻ്റെ ഒരു ജില്ല ആ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ മൊത്തത്തിലൊരു ഇത് എല്ലാവർക്കും അറിയാം. കാരണം വെച്ചാൽ വോട്ട് ചെയ്ത ആൾക്കാർക്കും എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്താലും അവർക്ക് ജയിച്ച ആളെ അറിയാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ആ പേരിൽ നിന്ന് നമുക്ക് ആ ആൾക്കാരുടെ ഇത് വ്യത്യാസം അറിയാൻ പറ്റും. അപ്പോൾ എക്സ്റ്റേണൽ വേരിയബിൾസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ പ്രോഗ്രാം മൊത്തത്തിൽ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. കോൺസ്റ്റന്റ് വാല്യൂ മീൻസ് വാല്യൂവിന് ചേഞ്ച് ഒക്കെ വരുത്താം, ചേഞ്ച് വരില്ല എന്നല്ല. ആ വാരിയബിൾ വിളിച്ചു കഴിഞ്ഞാൽ എവിടെയും നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ആ വാല്യൂവിന് ഓരോ ഫംഗ്ഷനിലും വേറെ മാറിപ്പില്ല. നമുക്ക് ഓരോ എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള നമുക്ക് മനസ്സിലാവും. അപ്പോൾ അടുത്ത വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റിക് വേരിയബിൾസ്. സ്റ്റാറ്റിക് വേരിയബിൾസ് എന്ന് പറയുന്നതും ഏകദേശം ഇതേപോലെ തന്നെയാണ്. ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഗ്ലോബൽ വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇപ്പം ഒരു പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ ഒരു ഡിഫൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ആ പ്രോഗ്രാമിൽ മൊത്തത്തിലായിരിക്കും. അപ്പോൾ ചില ആപ്ലിക്കേഷനൊക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് ഒക്കെ വേണ്ടി വരും. ഒന്നുമില്ല കമ്പൈൻ ചെയ്തിട്ടൊക്കെ ഒരു ഫംഗ്ഷനിൽ നിന്ന് വേറെ പ്രോഗ്രാമിലേക്ക് പോകുന്നുണ്ടാവും, ആ ഫംഗ്ഷൻ തിരിച്ചു വരുന്നുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ സിറ്റുവേഷനൊക്കെ മൾട്ടിപ്പിൾ പ്രോഗ്രാംസിലേക്ക് ഡാറ്റ പോകുമ്പോഴെങ്കിലും ഇതേപോലെ ഗ്ലോബൽ വേരിയബിൾസ് ആണ് യൂസ് ചെയ്യുക. ഗ്ലോബൽ വേരിയബിൾസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാമിൽ മാത്രമല്ല മറ്റേ പ്രോഗ്രാമിലേക്കും ആ വാല്യൂവിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇനി സ്റ്റാറ്റിക് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ എന്താണ് പ്രോഗ്രാം ചെയ്യണമെന്ന് വെച്ചാൽ ആ പ്രോഗ്രാമിൽ വേറൊരു പ്രോഗ്രാം ഇതിനെ വിളിച്ചു കഴിഞ്ഞാൽ പോലും ആ ഡാറ്റ അങ്ങോട്ട് കൊടുക്കില്ല. അപ്പോൾ ഗ്ലോബൽ വേരിയബിൾസ് പോലത്തെ ഒരു വേരിയബിൾ തന്നെയാണ്, പക്ഷേ പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ മാത്രമാണ് റീച്ച് എന്ന് പറയുന്നത്. കുറച്ചും കൂടി സൈസ് കുറയും. ഗ്ലോബൽ വേരിയബിളിനേക്കാളും റീച്ച് കുറയും, എന്നാൽ ഓട്ടോമാറ്റിക് വേരിയബിളിനേക്കാളും റീച്ച് കൂടുതലുള്ള രീതിയിൽ. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ കണക്കൂട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുസ്തകപ്പുഴമായിട്ടുള്ള ഒരു കുട്ടീനെ നമ്മൾ ഓട്ടോമാറ്റിക് വേരിയബിളായി കൺസിഡർ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാറ്റിക് വേരിയബിൾ എന്ന് പറയുന്നതിനെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മെമ്പേഴ്സിനൊക്കെ, നമ്മുടെ പഞ്ചായത്ത് മെമ്പേഴ്സോ മറ്റങ്ങനെയുള്ള മെമ്പേഴ്സിനൊക്കെ കുറച്ചും കൂടിയും പേർക്ക് ആ ഒരു വാർഡിൽ മാത്രം അറിയണമായിരിക്കും. അപ്പോൾ മെമ്പേഴ്സിനെ നമുക്ക് സ്റ്റാറ്റിക് വേരിയബിൾസ് പറയാം. ഗ്ലോബൽ വേരിയബിൾസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ MLA MP അങ്ങനെയുള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി അധികം പേർക്ക് അറിയാം, കുറച്ചും കൂടിയും വാലിഡിറ്റി ഉള്ള രീതിയിൽ. അപ്പോൾ ഇതാണ് നമുക്ക് ഓർക്കാനൊരു എളുപ്പത്തിനുള്ളത്. ഓട്ടോമാറ്റിക് വേരിയബിൾസ് പറയുന്നത് നമ്മൾ പുസ്തകപ്പുഴ പോലെയുള്ള കുട്ടികൾ. സ്റ്റാറ്റിക് വേരിയബിൾസ് പറയുന്നത് കുറച്ചും കൂടി മെമ്പേഴ്സ് അങ്ങനെയുള്ള കുറച്ചും കൂടി ആൾക്കാർ അറിയുന്നത്. എക്സ്റ്റേണൽ ഗ്ലോബൽ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഒരു ഇത് എല്ലാവർക്കും അറിയാവുന്ന രീതിയിലുള്ളത് അങ്ങനെയുള്ള വേരിയബിൾസ്. ഇനി രജിസ്റ്റർ വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് വ്യത്യാസമുണ്ട് ഇതിൻ്റെ ഡെഫിനേഷനും മറ്റു കാര്യങ്ങളും. രജിസ്റ്റർ വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ഇത് സാധാരണ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുക. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത്, അതായത് നമ്മളൊരു ചിപ്പ് ഉണ്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ അകത്ത്. ഇപ്പം നമ്മൾ ആ ചിപ്പിൻ്റെ ഉള്ളിലേക്കൊന്നും മെമ്മറിയിലേക്കൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ചിപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ഡാറ്റ സ്റ്റോർ ചെയ്യേണ്ട സിറ്റുവേഷൻസ് ചിലപ്പോൾ വരും. അതായത് നല്ല ചിപ്പിൻ്റെ ഉള്ളിലെ ഡാറ്റ സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറാണ് നേരിട്ട്, സാധാരണ കമ്പ്യൂട്ടർ ഡാറ്റ സ്റ്റോർ ചെയ്യുക നിങ്ങളുടെ റാമിൻ്റെ അകത്തോ അല്ലെങ്കിൽ റോമിൻ്റെ അകത്തോ ആണ്. നിങ്ങൾ രണ്ട് സ്ഥലത്താണ് സ്റ്റോർ ചെയ്യുക. അതായത് ഹാർഡ് ഡിസ്കിലോ നിങ്ങളുടെ റാം എന്ന് പറയുന്ന ഒരു സ്ലോട്ട് പോലെയുള്ള ചിപ്പ് പോലത്തെ സാധനത്തിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുക. അപ്പോൾ അതിൽ നിന്നാണ് ആദ്യം ഹാർഡ് ഡിസ്കിലുള്ള ഡാറ്റ റാമിലേക്ക് മാറ്റും, റാമിൽ നിന്ന് ഡാറ്റ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിക്ക് മാറ്റും, എന്നിട്ടാണ് പ്രോസസ്സ് ചെയ്യുക. ഇനി ഇത്തരത്തിലുള്ള ഈ മാറ്റങ്ങൾ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യാം. ആ ചിപ്പിൻ്റെ അകത്തുള്ള മെമ്മറിയിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ സ്റ്റോർ ചെയ്യുന്ന വേരിയബിൾസിനെ വിളിക്കുന്ന പേരാണ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് കമ്പ്യൂട്ടറിൻ്റെ അകത്തുള്ള മെമ്മറികളെ വിളിക്കുന്ന പേരാണ് രജിസ്റ്റേഴ്സ്. ആ മെമ്മറി ലൊക്കേഷൻ ആക്സസ് ചെയ്തിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് രജിസ്റ്റർ വേരിയബിൾസ് പറയുന്നത്. എന്താണ് ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് ആക്സസ് ചെയ്യാം. കാരണം ഹാർഡ് ഡിസ്കിൽ നിന്നോ റാമിൽ നിന്നോ ഡാറ്റകളൊന്നും കോപ്പി ചെയ്ത് കമ്പ്യൂട്ടറിൽ എത്താനുള്ള ഒരു സമയം നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. നേരിട്ട് പ്രോസസറിലേക്കാണ് അത് സ്റ്റോർ ചെയ്യുക. പക്ഷേ ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള മെമ്മറി വളരെ കുറച്ചേ ഉണ്ടായിരിക്കുള്ളൂ. കമ്പ്യൂട്ടറിൻ്റെ ചിപ്പിൻ്റെ അകത്ത് എന്ന് പറയുന്ന രജിസ്റ്റർ മെമ്മറി എന്ന് പറയുന്നത് അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് വളരെ കുറച്ചായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ പെട്ടെന്ന് ഫില്ലായി പോവും. അങ്ങനത്തെ കുറേ ഡാറ്റകളൊക്കെ അങ്ങനത്തെ സ്പീഡിൽ എല്ലാം സ്പീഡാണെന്ന് വെച്ചിട്ട് കുറേ ഡാറ്റകളൊക്കെ ഒരു രജിസ്റ്റർ ടൈപ്പായിട്ട് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഡാറ്റകൾ രജിസ്റ്റർ ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ ഉള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലിമിറ്റഡ് എമൗണ്ട് ആണ് ഡാറ്റ എന്നുണ്ടെങ്കിൽ ഇത് രജിസ്റ്റർ വേരിയബിൾസ് യൂസ് ചെയ്യാം. ഇനി സിയിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണൽ നമുക്ക് തികയാണ്ട് വന്ന് കുറച്ച് ചെയ്ത് തുടങ്ങി പിന്നെ നമ്മൾ കുറേ രജിസ്റ്റർ വേരിയബിൾസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് തൊട്ട് കുറച്ച് ഡിലീറ്റ് ചെയ്ത് തുടങ്ങും.
അവർ ഒരു സ്പെസിഫിക് അളവ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൽ കൊടുത്തതിന് ശേഷം വീണ്ടും നിങ്ങൾ രജിസ്റ്റർ വേരിയബിൾസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പഴയ വേരിയബിൾസ് ഒക്കെ ഡിലീറ്റ് ചെയ്യും. അപ്പോൾ ആ രീതിയിൽ ഒരു ലിമിറ്റഡ് എമൗണ്ട് ഫാസ്റ്റായിട്ട് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ വേരിയബിൾസ് ഉപയോഗിക്കും. ബാക്കി 3 വേരിയബിൾസ് ഈ പറഞ്ഞ പോലെ സ്കോപ്പും വിസിബിലിറ്റിക്ക് അനുസരിച്ച് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ മെത്തേഡിനും വേണ്ടിയിട്ടുള്ള ഓരോ എക്സാമ്പിൾസ് നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക് വേരിയബിൾസിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ കേസ് ഒന്ന് ശ്രദ്ധിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സാധാരണ നമ്മൾ ചെയ്യുന്ന വേരിയബിൾസിനെയാണ് ഓട്ടോമാറ്റിക് വേരിയബിൾസ് പറയുക. ഇവിടെ 2 ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. വോയിഡ് ഫംഗ്ഷൻ 1ഉം വോയിഡ് ഫംഗ്ഷൻ 2 എന്ന് വിളിക്കാം. വോയിഡ് ഫംഗ്ഷൻ 2 എന്ന് വിളിച്ചു. അപ്പോൾ ആ 2 ഫംഗ്ഷൻ ഉപയോഗിച്ചു. ഈ 2 ഫംഗ്ഷൻ്റെയും ഉള്ളിൽ തന്നെ മാക്സ് എന്ന് പറയുന്ന ഒരു കോമൺ വേരിയബിൾ, അതായത് മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിലും മാക്സ് എന്ന് വിളിക്കുന്നുണ്ട്, സബ് ഫംഗ്ഷൻ 1ൻ്റെ ഉള്ളിലും മാക്സ് എന്ന് വിളിക്കുന്നുണ്ട്, സബ് ഫംഗ്ഷൻ 2ൻ്റെ ഉള്ളിലും മാക്സ് എന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ സബ് ഫംഗ്ഷൻ്റെ ഉള്ളിലും മാക്സ് എന്ന് പറയുന്ന വേരിയബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ മാക്സിനും എങ്ങനെയാണ് ഔട്ട്പുട്ട് വരുന്നത് നോക്കാം. ഇപ്പോൾ ഇവിടുത്തെ ഫംഗ്ഷൻ അനലൈസ് ചെയ്ത് നോക്കുകയാണെന്ന് വെച്ചാൽ ഇൻറ്റ് മാക്സ് ഈക്വൽ ടു 13. ഇവിടെ മാക്സ് എന്ന് പറയുന്നത് 30 കൊടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മെയിൻ ഫംഗ്ഷനിൽ 30 എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് ഫംഗ്ഷൻ 1 എന്ന് വിളിച്ചു. മെയിൻ ഫംഗ്ഷൻ ഇവിടെ അവസാനിച്ചിട്ടില്ല. ഫംഗ്ഷൻ 1 എന്ന് വിളിച്ചു. ഫംഗ്ഷൻ 1 എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ കൺട്രോൾ ഇങ്ങോട്ട് പോയി. ഫംഗ്ഷൻ 1ൻ്റെ ഉള്ളിൽ നമ്മൾ ഇൻറ്റ് മാക്സ് ഓഫ് 10 എന്ന് കൊടുത്തു. അപ്പോൾ അത് വീണ്ടും മാക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉപയോഗിച്ചു. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10 ആക്കി സേവ് ചെയ്ത് വെച്ചു. ഇൻറ്റ് മാക്സ് ഓഫ് 10 എന്ന് കൊടുത്തു. അപ്പോൾ അവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് 10 ആയി മാറി. നമ്മൾ പ്രിന്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഇനി എന്തായിരിക്കും വരിക? കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ മാക്സ് എന്ന് പറയുന്ന 30 എന്ന് പറയുന്ന വാല്യൂ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ പ്രിന്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഈ ഫംഗ്ഷൻ 1 കോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വാല്യൂ മാക്സ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ നമ്മൾ ഇവിടെ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് അതാണ് ഒരു കൺഫ്യൂഷൻ വരുന്നത് വെച്ചിട്ട് നമ്മൾ പല സമയത്തും പല വേരിയബിളാണ് ഉപയോഗിക്കുക. അതായത് മാക്സ് എന്ന് പറയുന്ന ആദ്യത്തെ മാക്സിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു 4000 ആണെന്നുണ്ടെങ്കിൽ വീണ്ടും അതേ വേരിയബിൾ ഉപയോഗിച്ചാലും വേറൊരു മെമ്മറി ലൊക്കേഷനിലായിരിക്കും ഈ അലോക്കേഷൻ നടത്തുക. അതേപോലെ വീണ്ടും മാക്സിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്ത ഫംഗ്ഷനിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേറൊരു മെമ്മറി ലൊക്കേഷൻ ഉപയോഗിക്കും. അല്ലാതെ ഈ മാക്സിന് ഉപയോഗിച്ച സെയിം മെമ്മറി ലൊക്കേഷനിലല്ല പുതിയ വാല്യൂകൾ റിട്ടേൺ ആവുക, അവർ ഓവർറൈറ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലത്ത് വിളിക്കുമ്പോഴും അതിൻ്റെ അകത്തുള്ള ആ ഫംഗ്ഷൻ്റെ അകത്തുള്ള വാല്യൂ ആയിരിക്കും റിട്ടേൺ ആവുക. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ 1 വിളിച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വാല്യൂ 10 ആയിരിക്കും. ഫംഗ്ഷൻ 2 വിളിച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രിന്റ് ചെയ്ത് വരിക, ഈ ഫംഗ്ഷൻ 2 വിളിക്കുമ്പോൾ പ്രിന്റ് ചെയ്ത് വരിക 20 ആയിരിക്കും. അത് കഴിഞ്ഞ് മെയിൻ ഫംഗ്ഷനിൽ പ്രിന്റ് ചെയ്യുമ്പോൾ വരുന്ന വാല്യൂ 30 ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ സാധാരണ ചെയ്യുന്ന മെത്തേഡ് തന്നെ ഫംഗ്ഷൻ്റെ ഉള്ളിൽ തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ മാക്സ് എന്ന് പറയുന്നത് ഈ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. വേറെ ഫംഗ്ഷൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ മാക്സിൻ്റെ വാല്യൂന് വലിയ ആ വേരിയബിളിന് അവിടെ നിലനിൽപ്പില്ല. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന വേരിയബിൾസ് അനുസരിച്ചിട്ട് പ്രോസസ് ചെയ്യും. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. കമ്പൈൽ ചെയ്യാം. ഓക്കെ, എററൊന്നുമില്ല. റൺ ചെയ്ത് നോക്കി. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം മാക്സ് ഇൻ ഫംഗ്ഷൻ 1, ഫംഗ്ഷൻ 1ൻ്റെ ഉള്ളിലുള്ള വാല്യൂ 10. ആദ്യം ഫംഗ്ഷൻ വിളിച്ചു, അപ്പോൾ വരുന്നത് ഇതിനുള്ള വാല്യൂ. ഇനി മാക്സ് ഇൻ ഫംഗ്ഷൻ 2, ഫംഗ്ഷൻ 2 നമ്മൾ വിളിച്ചു, അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള വാല്യൂ എന്ന് പറയുന്നത് മാക്സ് ഇൻ ഫംഗ്ഷൻ 2 എന്ന് പറയുന്നത് 20. ഇനി അവസാനം മെയിൻ ഫംഗ്ഷൻ വിളിച്ചു, മാക്സ് ഇൻ മെയിൻ ഫംഗ്ഷൻ. അപ്പോൾ എന്ത് വന്നു? മാക്സ് ഇൻ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 30. അപ്പോൾ ആ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ പ്രിന്റ് ചെയ്യുമ്പോൾ വരുന്നത് 30. അപ്പോൾ ഈ വാരിയബിൾസിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാരിയബിൾ ഓരോ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ അതിന് വിസിബിലിറ്റി ഉണ്ടായിരിക്കുള്ളൂ. ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ അതിന് ലൈഫ് ടൈം ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് കാറ്റഗറി, ഓട്ടോ എന്ന് പറയുന്ന കാറ്റഗറി. ഇനി അടുത്ത കാറ്റഗറി നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഗ്ലോബൽ വാരിയബിൾസിന്റെ പ്രത്യേകത നോക്കാം. നമുക്ക് ഇതേ ഫംഗ്ഷനിൽ തന്നെ ചെറിയൊരു മാറ്റം വരുത്തി നോക്കാം. ഞാനിവിടെ ഗ്ലോബൽ വാരിയബിൾ ആയിട്ട് ഇൻറ്റ് മാക്സ് ഈക്വൽ ടു 30 എന്ന് കൊടുത്തു. ഇൻറ്റ് മാക്സ് ഈക്വൽ ടു 30 എന്ന് കൊടുത്തു. പിന്നെ എവിടെയും മാക്സ് എന്ന് പറയുന്ന വാരിയബിൾ ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ മാക്സ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഫംഗ്ഷന്റെ മുകളിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എവിടെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷന്റെ അവിടെ കോൾ ചെയ്യിപ്പിക്കാൻ പറ്റും. അതായത് ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ മാക്സ് എന്ന് പറയുന്നത് എവിടെ പ്രിന്റ് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചാലും നമുക്ക് എന്ത് സംഭവിക്കും? അതേ വാല്യൂ 30 എന്ന് പറഞ്ഞാൽ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം മെയിൻ ഫംഗ്ഷനിൽ പ്രിന്റ് ചെയ്യിപ്പിക്കാം, സബ് ഫംഗ്ഷനിൽ ഫംഗ്ഷൻ 1ൽ പ്രിന്റ് ചെയ്യിക്കാം, ഫംഗ്ഷൻ 2ൽ പ്രിന്റ് ചെയ്യിപ്പിക്കാം. എവിടെ കൊടുത്താലും നമുക്കത് കിട്ടിക്കൊണ്ടിരിക്കും. ഇനി നമുക്കതൊന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. കമ്പൈൽ ചെയ്തു, റൺ ചെയ്തു. ഓക്കെ, കഴിഞ്ഞാൽ എല്ലായിടത്തും കണ്ടോ, എല്ലായിടത്തും 38 ഉണ്ട്. അപ്പം നമുക്ക് ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാവുന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊന്ന് ചെയ്ത് നോക്കി നോക്കാം. ഇപ്പം നമുക്ക് ഒരു ഡൗട്ട് വരാവുന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഒന്നും കൂടി മാറ്റി എഴുതാണ്. നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന ഗ്ലോബലി ഡിഫൈൻ ചെയ്ത ഫംഗ്ഷനെ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിലേക്ക് മാറ്റി എഴുതി. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, നമ്മൾ നേരത്തെ ഈ സബ് ഫംഗ്ഷൻ്റെ ഉള്ളിലൊക്കെ മാക്സ് ഈക്വൽ ടു 20, മാക്സ് ഈക്വൽ ടു 10 എന്നൊക്കെ കൊടുത്തുകൊണ്ടായിരിക്കും ആ വാല്യൂ മാറ്റം വന്ന് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരണ്ട. അപ്പോൾ നമ്മൾ ഈ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ഉള്ളിൽ 30 എന്ന് എഴുതിയെന്ന് വിചാരിക്കാം. എന്നിട്ട് കമ്പൈൽ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ
എന്ത് വരാനാണ് ചാൻസ്? നമുക്ക് എറർ വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ മാക്സിന് വാല്യൂ കൊടുത്തിട്ടുള്ളൂ. നമ്മൾ മാക്സ് സബ് ഫംഗ്ഷൻ 1ലും സബ് ഫംഗ്ഷൻ 2ലും വിളിച്ചു കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ഒരു വാരിയബിൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എറർ വരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ മെയിൻ മാക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്യുമ്പോൾ അതിന് സബ് ഫംഗ്ഷനിലും വാലിഡിറ്റി ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് ഔട്ട്പുട്ട് കിട്ടുമായിരുന്നു. അപ്പോൾ നമുക്ക് വെറുതെ കമ്പൈൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എറർ വരണ കാണിച്ചു തരാം. കമ്പൈൽ ചെയ്തു കണ്ടോ. അപ്പോൾ ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റിൽ 14ാമത്തെ ലൈനിലും നമുക്ക് ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റിൽ 14ാമത്തെ ലൈനിലും 18ാമത്തെ ലൈനിലും മാക്സ് എന്ന് പറയുന്ന വാരിയബിൾ ഈ ഫംഗ്ഷനിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടില്ല. ഓക്കെ, ഇനി സപ്പോസ് ഇനി നിങ്ങൾക്ക് അതിൻ്റെ വേറൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ഇൻറ്റ് മാക്സ് എന്ന് മാത്രം കൊടുക്കാമെന്ന് വിചാരിച്ചോ. ഓക്കെ, ഞാൻ പ്രത്യേകിച്ച് അതിൽ വാല്യൂ ഒന്നും കൊടുക്കണില്ല. ഇൻറ്റ് മാക്സ് എന്ന് പറഞ്ഞ് കൊടുക്കാമെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ട് സ്ഥലത്തും മാക്സ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ എറർ നമുക്ക് പോയി കിട്ടും. പക്ഷെ എന്ത് സംഭവിക്കും? കമ്പൈൽ ചെയ്ത് റൺ ചെയ്ത് നോക്കുമ്പോൾ ഫംഗ്ഷൻ 1ന്റെ ഉള്ളിലുള്ള മാക്സിനും നമ്മളൊരു വാല്യൂ അസൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരു ഗാർബേജ് വാല്യൂ, റാൻഡം വാല്യൂ നമുക്ക് കിട്ടി. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്തും വേറൊരു മാക്സ് വാല്യൂ എന്ന് കൊടുത്തിട്ടുണ്ട്, അതിനും നമ്മൾ വാല്യൂ ഒന്നും കൊടുത്തിട്ടില്ല, അതിനും ഒരു റാൻഡം വാല്യൂ കിട്ടി. അതൊരു ഒന്നും കൊടുക്കാത്തതുകൊണ്ട് കമ്പ്യൂട്ടർ അസൈൻ ചെയ്യുന്ന ഒരു വാല്യൂ ആണ്, റാൻഡം വാല്യൂ എന്ന് വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ അത് ഒരേപോലെ വന്നത് ഒരു ഭാഗ്യം എന്ന് വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിനുള്ള സ്കോപ്പ് ഉണ്ടാവുള്ളൂ. അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് സ്കോപ്പ് ഉണ്ടാവില്ല. ഇനി ഗ്ലോബലി ഡിഫൈൻ ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധനം ഇവിടെ മാത്രം ഡിഫൈൻ ചെയ്ത് വെച്ചാൽ മതി. ബാക്കി എല്ലായിടത്തും ഈ മാക്സ് എന്ന് പറയുന്ന സാധനത്തിന്റെ ആവശ്യമില്ല. ഒരു തവണ ഡിഫൈൻ ചെയ്ത് വെച്ചാൽ മതി, എല്ലായിടത്തേക്കും അത് എഫക്റ്റ് ആയി. ഇപ്പോൾ വീണ്ടും ഒന്നുകൂടി ഞാൻ ചെക്ക് ചെയ്യിപ്പിക്കുകയാണ്. ക്ലിയർ ചെയ്യിച്ചു, കമ്പൈൽ ചെയ്തു, റൺ ചെയ്യിച്ചു. കണ്ടോ, ഒരു തവണ ഞാൻ മാക്സിന് വിളിച്ചിട്ടുള്ളൂ. ബാക്കി നേരത്തെ പോലെ ഇൻറ്റൊന്നും കൊടുക്കേണ്ടി വന്നില്ല. അത് മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിലും കൊടുക്കേണ്ടി വന്നിട്ടില്ല, പുറത്ത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആ പുറത്ത് കൊടുത്ത വാല്യൂ മെയിൻ ഫംഗ്ഷനിൽ വിളിച്ചാലും സബ് ഫംഗ്ഷനിൽ വിളിച്ചാലും എവിടെ വിളിച്ചാലും ആ പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ ഫുള്ളും ഈ മാക്സ് എന്ന് പറയുന്നതിന് 30 ആയിരിക്കും വാല്യൂ ഉണ്ടായിരിക്കാം. അതാണ് ഗ്ലോബൽ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് സ്റ്റാറ്റിക് നോക്കാം. ഓക്കെ, നമുക്കിനി അടുത്തത് ഒരു പ്രോഗ്രാം ചെയ്ത് നോക്കാം. സ്റ്റാറ്റിക് ആയിട്ട് ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ സ്റ്റാറ്റിക് എന്ന് പറയുന്ന ഒരു കീവേഡ് ഉപയോഗിക്കും. അതിനുശേഷം ഏതാണ് ഡാറ്റ ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡാറ്റ ടൈപ്പ്, അതിനുശേഷം വാരിയബിൾ കൊടുക്കും. അപ്പോൾ നമുക്ക് മറ്റേതുപോലും അതേപോലെയൊക്കെ തന്നെ ഉപയോഗിക്കാം. ഓട്ടോ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി ആയതുകൊണ്ട് AUTO എന്ന് പറയുന്ന വേർഡ് ഇവിടെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൂ. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ AUTO അതും കണ്ടോ, ഡാറ്റ ടൈപ്പ് ഗ്രീൻ കളർ ആയത് കണ്ടോ, ഓട്ടോ. അതേപോലെ തന്നെ എക്സ്റ്റേൺ, ഇതും എക്സ്റ്റേണൽ വേരിയബിൾസിനെ ഡിഫൈൻ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ വേണമെങ്കിൽ ഡിഫൈൻ ചെയ്ത് വെക്കാം. നമ്മൾ നേരത്തെ എക്സ്റ്റേണൽ വേരിയബിൾ ഡിഫൈൻ ചെയ്തത് ഫംഗ്ഷൻ്റെ പുറത്തായിരുന്നു. ഇതും അകത്ത് വേണമെങ്കിലും ഡിഫൈൻ ചെയ്ത് വെക്കാം. നമ്മളിപ്പോൾ സ്റ്റാറ്റിക് അകത്താണ് ഡിഫൈൻ ചെയ്യുന്നത്. സ്റ്റാറ്റിക് ഡിഫൈൻ ചെയ്ത് വെച്ചു. സ്റ്റാറ്റിക് ഇൻറ്റ് വൈ എന്ന് വിളിച്ചു, y++ വിളിച്ചു, അതിനുശേഷം y പ്രിന്റ് ചെയ്യിപ്പിച്ചു. അതേപോലെ തന്നെ സ്റ്റാറ്റിക് ഇല്ലാതെ ഇൻറ്റ് x വിളിച്ചു, x++ വിളിച്ചു, അങ്ങനെ എക്സിനെ പ്രിന്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഫംഗ്ഷൻ വിളിച്ചു. ആദ്യത്തെ ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ വൈക്ക് നമുക്കുള്ള വാല്യൂ കൊടുക്കണം. y = 10 എന്ന് കൊടുത്തു എന്ന് വിചാരിച്ചോ. അതേപോലെ x = നമുക്ക് വേറൊരു വാല്യൂ കൊടുക്കാം, 20 എന്ന് കൊടുത്തു എന്ന് വിചാരിച്ചോ. അങ്ങനെ y = 10ഉം x = 20 എന്നും വിളിച്ചു. ആദ്യത്തെ ഫംഗ്ഷൻ കോൾ ചെയ്ത ഉടനെ y എന്ന് പറയുന്ന വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്തു, y++ വിളിച്ചു. അപ്പോൾ അത് ഇനീഷ്യലൈസേഷൻ കഴിഞ്ഞു, ആ വേരിയബിളിൻ്റെ ഇനീഷ്യലൈസേഷൻ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പ്രിന്റ് ചെയ്യുമ്പോൾ ഓരോ ഫംഗ്ഷൻ കഴിയുമ്പോഴും അതിൻ്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും. ആദ്യത്തെ പ്രാവശ്യം 10 പ്രിന്റ് ചെയ്യും, രണ്ടാമത് വീണ്ടും ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ അത് 11 ആവും. ഇനി ഇവിടുത്തെ കേസിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റെ x = 20 എന്ന് വിളിച്ചു. ആദ്യത്തെ പ്രാവശ്യം ഫംഗ്ഷൻ വിളിക്കുമ്പോൾ അത് 21 ആവും. വീണ്ടും ഫംഗ്ഷൻ വിളിക്കുമ്പോൾ വീണ്ടും ഇനീഷ്യലൈസ് ചെയ്തിട്ട് അത് വീണ്ടും 20 ആവും. അപ്പോൾ വീണ്ടും 21 പ്രിന്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് റൺ ചെയ്ത് നോക്കി നോക്കാം. കമ്പൈൽ ചെയ്തു, റൺ ചെയ്തു. അപ്പോൾ ഇവിടുത്തെ കേസ് കണ്ടോ, നമ്മൾ 10 എന്ന് പറയുന്ന വാല്യൂബിൾ ഇൻക്രിമെന്റ് ചെയ്യിച്ചു. ആദ്യത്തെ പ്രാവശ്യം ഇൻക്രിമെന്റ് ചെയ്തപ്പോൾ 11 ആയി. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഇൻക്രിമെന്റ് ആയി. പിന്നെ ആ ഇൻക്രിമെന്റ് ചെയ്ത വാല്യൂ വൈയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു. വീണ്ടും ആ ഫംഗ്ഷൻ വിളിച്ചാലും ആ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് പുതിയ വാല്യൂ ആയി മാറിക്കഴിഞ്ഞു, 11 എന്നുള്ളത്. പിന്നെ ആ ഇനീഷ്യലൈസേഷൻ എടുക്കില്ല. അപ്പോൾ വീണ്ടും ഇൻക്രിമെന്റ് ചെയ്യിക്കാൻ കൊടുക്കുമ്പോൾ നമുക്കത് 12 കിട്ടും. ആ വാല്യൂ സ്റ്റാറ്റിക് ആയതുകൊണ്ട് ആ പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ മൊത്തം ആ വാല്യൂവിന് സാധ്യതയുള്ളത് കൊണ്ട് ഈ പ്രോഗ്രാം തീരുന്നത് വരെ എന്ത് മാറ്റം വന്നാലും ആ മാറ്റം എവിടെ മാറ്റം വരുത്തിയാലും ആ മാറ്റം അതിലേക്ക് സേവ് ചെയ്തുകൊണ്ടേയിരിക്കും. രണ്ടാമത്തെ കേസ് പറഞ്ഞാൽ x = 20, അതൊരു ഓട്ടോ വേരിയബിൾ ആണ്. അതായത് പറഞ്ഞാൽ ആ ഫംഗ്ഷന്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ വേരിയബിൾ. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഫംഗ്ഷൻ വിളിച്ചു, 20 എന്ന് അസൈൻ ചെയ്തു, x++ എന്ന് വിളിച്ച് പ്രിന്റ് ചെയ്തപ്പോൾ 21 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടി. അത് കഴിഞ്ഞാൽ അവിടുത്തെ കഴിഞ്ഞു, എക്സിന്റെ വാല്യൂ അവിടുത്തെ വീണ്ടും റീസെറ്റ് ആയി.
വീണ്ടും ഫംഗ്ഷൻ വിളിക്കുമ്പോൾ വീണ്ടും x = 20 ആവും, പിന്നെ വീണ്ടും ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ 21 ആവും, വീണ്ടും പ്രിന്റ് ചെയ്തവർ 21 ആവും. അപ്പോൾ എത്ര തവണ ഫംഗ്ഷൻ വിളിച്ചാലും ആ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്ത് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് ഫംഗ്ഷൻ തീരുമ്പോൾ അത് അവസാനിക്കും, ഫംഗ്ഷൻ തുടങ്ങുമ്പോൾ വീണ്ടും തുടങ്ങും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു തവണ ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂവിന്റെ സ്കോപ്പ് പ്രോഗ്രാം തീരണ വരെ നിൽക്കും. ആ പ്രോഗ്രാം തീരുന്ന വരെ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ സ്റ്റാറ്റിക് വാരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നത്. ഓക്കെ, നമുക്കിനി അടുത്തത് രജിസ്റ്റർ. അടുത്ത ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് രജിസ്റ്റർ ആണ്. രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നേരിട്ട് മെമ്മറിയിൽ നിന്ന്, കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ നിന്ന് നേരിട്ട് ഡാറ്റ പ്രോസസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കീവേഡ് ആണ് രജിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഇനീഷ്യലൈസ് ചെയ്ത മെമ്മറി എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന്റെ അകത്തേക്കായിരിക്കും പോവുക. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാനേ ഉള്ളൂ. അതിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത്, ആ രജിസ്റ്റർ എന്ന് പറയുന്ന വാല്യൂവിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ആ ഫംഗ്ഷന്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ ആ ഫംഗ്ഷൻ തീർന്നു കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞു. അപ്പോൾ നേരത്തെ ചെയ്ത സെയിം ഫംഗ്ഷൻ തന്നെ നമുക്ക് ഒന്നുകൂടിയും കമ്പൈൽ ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ ഞാൻ രണ്ടും ഒരു ലോക്കൽ വേരിയബിൾസ് ആക്കി മാറ്റാണ്. രജിസ്റ്റർ ഇവിടെയും ഓട്ടോ, അതായത് ഓട്ടോ കൊടുത്തില്ലെങ്കിലും സാധാ തന്നെ നേരത്തെ പോലെ തന്നെ ഓട്ടോയും കൂടി ടൈപ്പ് ചെയ്തു മാത്രം. രജിസ്റ്റർ എന്ന് പറയുന്നത് ഒരു ലോക്കൽ വേരിയബിൾ തന്നെയാണ്, പക്ഷേ ഫാസ്റ്റ് ആയിരിക്കും ആക്സസ് ചെയ്യും. അത് നമുക്ക് അറിയാൻ പറ്റില്ല, മൈക്രോ സെക്കൻഡ്സിൻ്റെ ഒക്കെ വ്യത്യാസമാണ്, അതുകൊണ്ട് നമുക്ക് അറിയില്ല. ഫാസ്റ്റായിട്ട് ആക്സസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ രജിസ്റ്റർ കൊടുക്കുക, അത്ര ഉദ്ദേശിക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് കമ്പൈൽ ചെയ്ത് നോക്കി നോക്കാം. റൺ ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കണ്ടോ, നേരത്തെ നമുക്ക് 11, 12 വന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാറ്റിക് വേരിയബിൾ ആയിരുന്നു. ഇപ്പോഴത്തെ കേസ് രജിസ്റ്റർ വേരിയബിൾ ആണ്, അത് ഈ ഫംഗ്ഷനുള്ളിൽ മാത്രമേ വാല്യൂ ഉള്ളൂ. അതും ഓട്ടോ വേരിയബിൾ ഏകദേശം ഒരേപോലെയാണ്. രജിസ്റ്ററും ഓട്ടോയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും വിസിബിലിറ്റി എന്ന് പറയുന്നത് സെയിം ആണ്. രണ്ടിൻ്റെയും ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ അതിന് സ്കോപ്പ് ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ അതിൻ്റെ രജിസ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്പീഡായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ പ്രത്യേകത. മറ്റേത് ഗ്ലോബൽ വേരിയബിൾസും സ്റ്റാറ്റിക് വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചോ അത് പ്രോഗ്രാം മൊത്തത്തിൽ അതിന് വാല്യൂ സെയിം ആയിരിക്കും. അതിന് മൊത്തത്തിൽ ഒരേ ഒരു വേർഡ് ആയിരിക്കും ഉണ്ടായിരിക്കുള്ളൂ. അതിൻ്റെ അഡ്രസ് എന്ന് പറയുന്നത് കോമൺ ആയിരിക്കും. അപ്പോൾ സ്റ്റാറ്റിക് വേരിയബിളും ഗ്ലോബൽ വേരിയബിളും ഒരു പെയറായിട്ട് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. അതേപോലെ രജിസ്റ്റർ വേരിയബിളും ഓട്ടോ വേരിയബിളും സ്കോപ്പിനനുസരിച്ചിട്ട് വേറൊരു പെയറായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പെയേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെയും സ്കോപ്പ്, വിസിബിലിറ്റി എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു ടാബുലാർ ഫോമാറ്റിലുള്ള മെത്തേഡ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വരാവുന്ന സ്റ്റോറേജ് ക്ലാസ്സസ് എന്ന് പറയുന്നത് എക്സ്റ്റേൺ, സ്റ്റാറ്റിക്, ഓട്ടോ, രജിസ്റ്റർ. അതിൽ ഓട്ടോയും രജിസ്റ്ററും ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ, നമ്മൾ നേരത്തെ പറഞ്ഞു ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ. എക്സ്റ്റേണും സ്റ്റാറ്റിക്കും ആ പ്രോഗ്രാമിൻ്റെ മൊത്തം ഉള്ളിൽ അതിന് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ഓരോന്നിൻ്റെയും വിസിബിലിറ്റിയും ലൈഫ് ടൈം നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റേണിൻ്റെയും സ്റ്റാറ്റിക്കിൻ്റെയും ലൈഫ് ടൈം എന്ന് പറയുന്നത് ഗ്ലോബലാണ് ഡിഫൈൻ ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രോഗ്രാം മൊത്തത്തിലുണ്ടായിരിക്കും, എൻ്റയർ ഫയലിലുണ്ടായിരിക്കും. എക്സ്റ്റേണിന് എൻ്റയർ ഫയലിലുണ്ടായിരിക്കും. അതിൻ്റെ ഒന്നിലധികം പ്രോഗ്രാംസ് ഉണ്ടെങ്കിലും എക്സ്റ്റേണൽ വേരിയബിൾസ് ആയിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ രണ്ടാമത്തെ പ്രോഗ്രാമിലും അതിന് എഫക്റ്റ് ഉണ്ടായിരിക്കും. സ്റ്റാറ്റിക്കിൻ്റെ കേസിൽ ഓൺലി ഒരു പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, ആ പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ആ പ്രോഗ്രാം കഴിഞ്ഞാൽ അവിടുത്തെ അവസാനിക്കും. ഇനി മറ്റേതിന്റെ കേസുകൾ നോക്കുകയാണെന്ന് വെച്ചാൽ ഓട്ടോ രജിസ്റ്റർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടിൽ ദി എൻഡ് ഓഫ് ദ ഫംഗ്ഷൻ, ലൈഫ് ടൈം എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ കോൾ ചെയ്തു, അവിടെ എവിടെ അവസാനിച്ചു, അതോടുകൂടി തീർന്നു. ഓൺലി ഇൻ ദാറ്റ് ഫംഗ്ഷൻ ബ്ലോക്ക്, ആ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ അതിന് വാല്യൂ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അതാണ് ഇതിന്റെ വിസിബിലിറ്റി ലൈഫ് ടൈം എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ നോക്കിയിട്ടുണ്ട്. വേർ ഇറ്റ് ഈസ് ഡിക്ലെയർഡ്. എക്സ്റ്റേൺ എന്ന് പറയുന്ന വേരിയബിൾ എവിടെയാണ് കൊടുക്കുക? സാധാരണ ബിഫോർ ഓൾ ദ ഫംഗ്ഷൻസ് ഇൻ ദ ഫയൽ, അതിന് മുമ്പ് നമുക്ക് എക്സ്റ്റേൺ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഗ്ലോബലായിട്ട് ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും മോഡലായിട്ടും ചെയ്യാം, അല്ലെങ്കിൽ എക്സ്റ്റേൺ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ ഈ സ്റ്റാറ്റിക്കിനും അതേപോലെ തന്നെ ഓൾ ദ ഫംഗ്ഷൻസ് ഇൻ ദ ഫയൽ, ബിഫോർ ഓൾ ദ ഫംഗ്ഷൻസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പ് വേണമെങ്കിൽ ചെയ്ത് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാറ്റിക് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ചിട്ട് ഫംഗ്ഷൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ ഡിഫൈൻ ചെയ്ത് വെക്കാം. ഇനി മറ്റ് രണ്ട് വേരിയബിൾസും ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ പറ്റുള്ളൂ, എവിടെയാണ് ഡിക്ലെയർ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ലൈഫ് ടൈമും സ്കോപ്പും ഡിക്ലെയർ ചെയ്യുന്ന സ്ഥലം. അപ്പോൾ ഇതാണ് പ്രോഗ്രാമിൻ്റെ ഉള്ളിലുള്ള ഡാറ്റകളുടെ സ്കോപ്പ്, ലൈഫ് ടൈം, വിസിബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ളത് 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എക്സ്റ്റേൺ, സ്റ്റാറ്റിക്, ഓട്ടോ, രജിസ്റ്റർ. അപ്പോൾ ഒന്ന് ഓർത്ത് വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വേറൊരു ടൈപ്പ് വേരിയബിൾസിനെ കുറിച്ചാണ്. അത് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് അടുത്ത് ഡിഫൈൻ ചെയ്യാനുള്ള ഡാറ്റ ടൈപ്പിൻ്റെ ഒരു സ്ട്രക്ചറാണ്. അതായത് സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമ്മൾ ഡാറ്റ ടൈപ്പുകളുടെ ഒരു മെത്തേഡ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പ്രൈമറി തുടക്കത്തിൽ ഫസ്റ്റ് മൊഡ്യൂൾ, സെക്കൻഡ് മൊഡ്യൂളൊക്കെ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. പ്രൈമറി ഡാറ്റ ടൈപ്പ്, ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ്, യൂസർ ഡിഫൈൻ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് 3 തരത്തിലുള്ള ഡാറ്റ ടൈപ്സ് ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർക്കുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പ്രൈമറി ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റ്, ഫ്ലോട്ട്, ക്യാരക്ടർ അങ്ങനെയുള്ള ഡാറ്റ ടൈപ്പാണ്. ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് അറേസ് ആയിരുന്നു. ഇനി അടുത്തത് യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പുകളെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതാണ് അതിനൊരു എക്സാമ്പിളാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. എന്തായിരിക്കും സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യാസം? ഒരു അറേയും സ്ട്രക്ചറിനെയും നമുക്ക് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി നോക്കാം. അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അപ്പോൾ നമുക്ക് സപ്പോസ് ഈ കാണുന്നത് ഒരു അറേ ആണെന്ന് വിചാരിക്കാം. ഒരു അറേ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു ഇൻറ്റിജർ അറേ ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇൻറ്റ് എ ഓഫ്, നമുക്ക് എത്ര റോ ഉണ്ട്? 3 റോ ഉണ്ട്. എ ഓഫ് 3, എ ഓഫ് 4. അപ്പോൾ ഈ രീതിയിലുള്ള നമ്മളൊരു അറേ ആണ് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ഇൻറ്റിജർ ഡാറ്റ മാത്രം സ്റ്റോർ ചെയ്യാവുന്ന ഒരു അറേ ആണ്. ഇതിൻ്റെ ഓരോ ലൊക്കേഷനിൽ എന്തേ സ്റ്റോർ ചെയ്യുള്ളൂ? നമ്പേഴ്സ്, ഇൻറ്റിജർ ഡാറ്റകൾ മാത്രമേ സ്റ്റോർ ചെയ്യുള്ളൂ. 5, 10, 1, 4 എങ്ങനെയുള്ള ഡാറ്റകളായിരുന്നു. ഇതിലുള്ള എല്ലാ ലൊക്കേഷനും 12 ലൊക്കേഷൻ, 3 × 4 12 ലൊക്കേഷൻ നമുക്ക് കിട്ടും. ആ ലൊക്കേഷനിലൊക്കെ നമുക്ക് എന്തേ സ്റ്റോർ ചെയ്യുള്ളൂ? ഇൻറ്റിജർ ഡാറ്റകൾ മാത്രമേ സ്റ്റോർ ചെയ്യുള്ളൂ. അതിൻ്റെ അകത്ത് 1.00 എന്നുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യില്ല. അതേപോലെ തന്നെ സി എന്ന് പറയുന്ന ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യില്ല. അപ്പോൾ ഒരേ ഡാറ്റ ടൈപ്പ് മാത്രം സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്നവളെയാണ് നമ്മൾ അറേ എന്ന് വിളിക്കുക. ഓക്കെ, അത് നമുക്ക് ഓൾറെഡി ഫെമിലിയർ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഡാറ്റകൾ നമ്മൾ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അറേ ഉപയോഗിക്കും. ഇനി ഇതല്ലാതെ നമ്മളൊരു വേർഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഇതൊക്കെ ഇൻറ്റിജർ ഡാറ്റയാണ്. ഇനി സപ്പോസ് നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള ഡാറ്റകൾ ഒരു ആദ്യത്തെ റോയിൽ ഫുള്ളും ഇൻറ്റിജർ ഡാറ്റ സ്റ്റോർ ചെയ്യണം. രണ്ടാമത്തെ റോയിൽ ഫുള്ളും നിങ്ങൾക്ക് ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യണം. എ, ബി, ഇ ഇങ്ങനെ എന്തെങ്കിലും ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യണം. മൂന്നാമത്തെ റോയിൽ ഫുള്ളും ഫ്രാക്ഷണൽ നമ്പേഴ്സ് 11.23 അല്ലെങ്കിൽ 3.14 അല്ലെങ്കിൽ 1.11 അല്ലെങ്കിൽ 8.33 ഇങ്ങനെയുള്ള കുറേ വാല്യൂസ് സ്റ്റോർ ചെയ്യണമെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇതൊരു അറേ ടൈപ്പിൽ നമുക്കിത് പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആദ്യത്തെ റോ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ ഇൻറ്റിജർ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ മാത്രമായിട്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ റോ എന്ന് പറയുന്നത് ക്യാരക്ടർ ഡാറ്റ സ്റ്റോർ ചെയ്യാനാണ്. മൂന്നാമത്തെ റോ എന്ന് പറയുന്നത് ഫ്രാക്ഷണൽ ഫ്ലോട്ടിംഗ് പോയിന്റ് ഡാറ്റകൾ സ്റ്റോർ ചെയ്യാനാണ്. അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ഇത്തരത്തിലുള്ള പല ടൈപ്പുകൾ ഡാറ്റകളെ നമുക്കൊരു സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കോമൺ മെമ്മറി ലൊക്കേഷൻ സ്റ്റോർ ചെയ്തിട്ട് അതിനൊരു പേര് വിളിക്കണം. ഇപ്പോൾ നമ്മൾ നേരത്തെ അറേ എന്ന് വിളിക്കുമ്പോൾ എ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ ഇൻറ്റിജർ ഡാറ്റകൾ മാത്രമാണ് ആക്സസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ സ്ട്രക്ചർ എന്ന് പറഞ്ഞ പേര് വിളിച്ചിട്ട് നമ്മൾ ഇതിനൊരു പേര് കൊടുക്കുകയാണ്. സ്ട്രക്റ്റ് സി എന്നോ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഈ സി സ്ട്രക്ചറിന്റെ ഡിഫൈൻ ചെയ്ത് വെച്ചതിന് ശേഷം ഈ സി എന്ന് പറയുന്ന വേരിയബിൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഓരോ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് സ്ട്രക്ചറിന്റെ പ്രത്യേകത. ഒരേ ടൈപ്പ് ഡാറ്റ ടൈപ്പ് അല്ലാതെ മിക്സ്ഡ് ആയിട്ടുള്ള ഡാറ്റകളെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും അതിൽ ഓരോ മെമ്പേഴ്സിനെയും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പിനെ വിളിക്കുന്ന പേരാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രക്ചർ ഉപയോഗിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. നമുക്ക് പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതേപോലെ അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമിലർ കൈൻഡ് ഓഫ് ഡാറ്റാസിന് മാത്രമേ സ്റ്റോർ ചെയ്യുള്ളൂ. സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ഡാറ്റകളെയും നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വെച്ചിട്ടുള്ള നമുക്ക് പ്രോഗ്രാമിംഗ് ഒന്ന് ചെയ്ത് നോക്കി നോക്കാം. ഓക്കെ, അതിന് മുമ്പായിട്ട് നമുക്ക് സ്ട്രക്ചറിന്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. സ്ട്രക്ചർ ഈസ് എ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ഇൻ C or C++. A structure creates data type that can be used to group items of possible different data types into a single type. പലതരത്തിലുള്ള ഡാറ്റ ടൈപ്പുകളെ കണക്ട് ചെയ്ത് ഒരു സിംഗിൾ ഡാറ്റ ടൈപ്പിലേക്ക് മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നതിനാണ് സ്ട്രക്ചർ എന്ന് വിളിക്കുക. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കീവേഡ് എന്ന് പറയുന്നത് സ്ട്രക്റ്റ് എന്ന് പറയുന്ന കീവേഡാണ് ഉപയോഗിക്കുക. എ സ്ട്രക്ചർ വേരിയബിൾ ക്യാൻ ഐദർ ബി ഡിക്ലയർഡ് വിത്തിൻ ദ സ്ട്രക്ചർ or declaration or as a separate declaration like basic data type. അതായത് നമ്മൾ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്ത് വെച്ചതിൻ്റെ തൊട്ട് അടുത്തോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ മെയിൻ ഫംഗ്ഷൻ്റെ അകത്തോ നമുക്ക് സാധാരണ ഡാറ്റ ഇൻറ്റ് ഫ്ലോട്ട് എന്നൊക്കെ ഡിഫൈൻ ചെയ്യുന്ന പോലെയോ നമുക്ക് ഡിഫൈൻ ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് വ്യത്യാസം എന്നുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രക്ചർ ആൻഡ് an array. An array is a collection of related data elements of same type. Structure can have elements of different data types. നമ്മൾ നേരത്തെ പറഞ്ഞു an array is a derived data type. Structure എന്ന് പറയുന്നത് program user defined data type ആണ്. Any array behaves in like built-in data type. All we have to do is declare array and variable and use it. നമുക്ക് സാധാരണ ഡിഫൈൻ ചെയ്ത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സാധനം ഉപയോഗിക്കാൻ പറ്റും. സ്ട്രക്ചറിൻ്റെ അകത്ത് നമുക്ക് ചെയ്യുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ ആദ്യം ഡിസൈൻ ചെയ്യണം ആൻഡ് ഡിക്ലെയർ ചെയ്യണം. എന്നിട്ട് നമ്മൾ അതിന് മുമ്പ് ഒരു വാരിയബിൾ സ്ട്രക്ചറിന് വേണ്ടി ഒരു വാരിയബിൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കണം. എന്നിട്ട് അതിനുശേഷം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട് യൂസ് ചെയ്യണ നേരത്ത്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പം ശ്രദ്ധിച്ച് വെക്കുക, സ്ട്രക്ചറും അറേയും തമ്മിലുള്ള ഡിഫറൻസ് ചിലപ്പോൾ ചെറിയ മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രോഗ്രാമിംഗ് നടക്കുക എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം.
ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം ചെയ്തിരുന്നത് ശ്രദ്ധിക്കാം. സ്ട്രക്ച് എംപ്ലോയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്ട്രക്ചറിൻ്റെ ടൈപ്പ് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെക്കണം. നമ്മൾ സാധാരണ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്ന പോലെ തന്നെ സ്ട്രക്ചറിൻ്റെ ടൈപ്പ് സ്ട്രക്ച് എന്ന് പറഞ്ഞൊരു പേര് വിളിച്ചതിന് ശേഷം ഇതാണ് ഈ എംപ്ലോയി എന്ന് പറയുന്നതാണ് നമ്മൾ കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ആ എംപ്ലോയിയുടെ അകത്ത് എങ്ങനെയൊക്കെ ഓർഡർ ഉണ്ടായിരിക്കും, ക്യാരക്ടർ ഉണ്ടായിരിക്കും, ഇൻറ്റിജർ ഉണ്ടായിരിക്കും, ഫ്ലോട്ട് ഉണ്ടായിരിക്കും. അതിൻ്റെ ഉള്ളിൽ ഓരോ വേരിയബിൾസും സ്റ്റോർ ചെയ്യണം. ക്യാരക്ടർ സ്റ്റോർ ചെയ്യാൻ നെയിം എന്ന് പറയുന്ന ഒരു അറേ ഉപയോഗിക്കാം, ഇൻറ്റിജേഴ്സ് സ്റ്റോർ ചെയ്യിപ്പിക്കാൻ ഏജ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉപയോഗിക്കാം, ഫ്ലോട്ട് സ്റ്റോർ ചെയ്യാൻ വെയിറ്റ് എന്ന് പറയുന്ന വേരിയബിൾ. ഇത് ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം, AW എന്നൊക്കെ വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഈ രീതിയിൽ ഒരു സ്ട്രക്ചർ ആദ്യം ക്രിയേറ്റ് ചെയ്തിടണം. അതിനുശേഷം നമുക്ക് മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പേര് കൊടുക്കുക. ഇനി അതിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫയൽ, ഒരു പേരും കൂടി വേറെ കൊടുക്കണം. അപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്ത സ്ട്രക്ചർ എംപ്ലോയി എന്നുള്ള പേരാണ് വെച്ച് കഴിഞ്ഞാൽ സ്ട്രക്ട് എംപ്ലോയി സ്പേസ് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്ത ഉടനെ തന്നെ ഇതിൻ്റെ പുറത്തായിട്ടും വേണമെങ്കിൽ ഇങ്ങനെ ഡിഫൈൻ ചെയ്തിടാം. അപ്പോൾ രണ്ട് മെത്തേഡിൽ നമുക്ക് ചെയ്തു നോക്കാം. ആദ്യത്തെ മെത്തേഡിൽ നമുക്ക് ചെയ്തു നോക്കാം. സ്ട്രക്ട് എംപ്ലോയി എന്ന് പറയുന്ന രീതിയിൽ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്ത് വെച്ചു. പ്രിന്റ് എഫ് എൻ്റർ ദ നെയിം വിളിച്ചു. സ്കാനഫ് വെച്ചിട്ട് റീഡ് ചെയ്തു. സ്പേസ് ഇല്ലാണ്ട് അടിച്ചാൽ മതി. സ്കാനഫ് നമുക്ക് സ്ട്രിംഗ് ആയിട്ട് റീഡ് ചെയ്യിക്കാം. പ്രിന്റ് എഫ് എൻ്റർ ദി ഏജ് വിളിച്ചു. സ്കാനഫ് %e.age. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഉപയോഗിച്ചിട്ടാണ് ഡാറ്റകളൊക്കെ സ്റ്റോർ ചെയ്യുക. e.name നമ്മൾ നേരത്തെ നെയിം എന്ന് മാത്രമേ ഉപയോഗിച്ചിട്ടുണ്ടാവുള്ളൂ, ആംപർസൻഡ് ഏജ് എന്ന് മാത്രമേ ഉപയോഗിച്ചു. ഓക്കെ, അപ്പോൾ ചെറിയ റെക്കോർഡിങ്ങിലൊരു ഇഷ്യൂ വന്നിരുന്നതുകൊണ്ട് ക്ലോസ് ആയി പോയതാണ്. അപ്പോൾ നമുക്കൊന്നുകൂടി സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ നമ്മൾ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്ത് വെച്ചു. ഓരോ വേരിയബിൾസും റീഡ് ചെയ്യുമ്പോഴും നമ്മൾ E എന്ന് പറയുന്ന ആ സ്ട്രക്ചറിൻ്റെ ടൈപ്പ് നെയിം ഉപയോഗിച്ചിട്ടാണ് റീഡ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ ഏജ് എന്ന് പറഞ്ഞാൽ റീഡ് ചെയ്തു. ബേസിക് സാലറി അല്ല ഞാൻ ഉദ്ദേശിച്ചത്, വെയിറ്റ്, എൻ്റെ വെയിറ്റ് മതി. വേറൊരു വെയിറ്റ്, അതേ കീവേഡ് തന്നെ നമുക്ക് താഴ്ത്തിക്കും കൊടുക്കാം, വെയിറ്റ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്കൊന്ന് കമ്പൈൽ ചെയ്ത് റൺ ചെയ്ത് നോക്കാം. കമ്പൈൽ ചെയ്തു, റൺ ചെയ്യിച്ചു. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പേര് എഴുതി കൊടുക്കാം. നമുക്കൊരു പേര് കൊടുക്കാം, ഹിഷാം. അതിനുശേഷം നമുക്ക് അടുത്ത് ഏജ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ 19 years old എന്നുള്ള രീതിയിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു. വെയിറ്റ് എന്ന് പറയുന്നത് 56.5. അപ്പോൾ ഈ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ രീതിയിൽ ഡാറ്റ കയറി ആ ഡാറ്റ തിരിച്ച് പ്രിന്റ് ചെയ്ത് വന്നു. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേറൊരു മെത്തേഡ് ഉപയോഗിക്കാം. ഇവിടെ സ്ട്രക്ച് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നതിന് പകരം ഇവിടെ സ്ട്രക്ചറിന് പകരം വേറെ ഒന്നും ഉപയോഗിക്കാതെ നമുക്ക് ഈ വേർഡ് ഇവിടെ ഉപയോഗിക്കാം. എന്ന് പറയുന്നത് ഉപയോഗിച്ചതിന് ശേഷം നമുക്കൊന്ന് കമ്പൈൻ ചെയ്ത് നോക്കാം. കമ്പൈൽ ചെയ്തു, എററൊന്നുമില്ല, റൺ ചെയ്യിപ്പിച്ചു. എൻ്റർ ദ നെയിം ഷാമിൽ എൻ്റർ ചെയ്തു. ഏജ് എന്ന് പറയുന്നത് 19 എന്ന് കൊടുത്തു. വെയിറ്റ് എന്ന് പറയുന്നത് 55.6. അപ്പോൾ ആ രീതിയിൽ അത് പ്രിന്റ് ചെയ്ത് തന്നു. അപ്പോൾ ഒന്നെങ്കിൽ നമ്മളിവിടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് ആ എംപ്ലോയി കോഡ് വരെ കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ വേരിയബിളിലേക്കാണ് ഇത് ആവശ്യമെന്നുണ്ടെങ്കിൽ ആ വേരിയബിളൊക്കെ ഈ സ്ട്രക്ചറിൻ്റെ കൂടെ ബ്രാക്കറ്റിന് ശേഷം കോമിറ്റ് ഫില്ല് ചെയ്യിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഈ രണ്ട് മെത്തേഡിലൂടെയാണ് സ്ട്രക്ചർ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇനി നമുക്ക് സ്ട്രക്ചറിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടി അവസാനിപ്പിക്കാം. അടുത്ത ദിവസം യൂണിയനും കൂടി കമ്പൈൻ ചെയ്യാം. അതിനുശേഷം 5th മൊഡ്യൂളിലേക്ക് കിടക്കാം. ഓക്കെ, താങ്ക് യു.